കിറ്റക്സ് എം ഡി സാബു എം ജേക്കബും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്നു. മനസമാധാനം ലഭിക്കണമെങ്കിൽ സാബു എം ജേക്കബ് സ്വയം വിചാരിക്കണമെന്ന് മന്ത്രി തുറന്നടിച്ചു. തൊഴിലാളികളെ ഓർത്താണ് കേരളത്തിൽ തുടരുന്നതെന്നായിരുന്നു സാബു എം ജേക്കബിന്റെ മറുപടി. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കിറ്റക്സ് എം ഡി സാബു എം ജേക്കബും സർക്കാരും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ്. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ക്ഷണവുമായി ആന്ധ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത കിഴക്കമ്പലത്തെത്തിയതോടെയാണ് വീണ്ടും തർക്കങ്ങളുടെ തുടക്കം. ആന്ധ്രാമന്ത്രിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സാബു എം ജേക്കബ് കേരളത്തിന്റെ വ്യവസായ വകുപ്പിനെ വിമർശിച്ചു. ഇതിനെതിരെ മറുപടിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടു. വ്യവസായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി വ്യവസായി എന്ന് കാണുന്നു. വ്യവസായികളുടെ പ്രതികരണമാണെങ്കിൽ നിങ്ങൾ ഫിക്കിയെ വിളിക്കുക, CIA വിളിക്കുക, KSSIയെ വിളിക്കുക, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യവസായികളുടെ സംഘടനകളെയും വിളിക്കുക. ഇതൊരു രാഷ്ട്രീയ പാർട്ടി നേതാവല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവും. മനസമാധാനം ലഭിക്കണമെങ്കിൽ സാബു എം ജേക്കബ് സ്വയം വിചാരിക്കണം എന്ന മന്ത്രിയുടെ പ്രസ്താവനയാണ് സാബുവിനെ വീണ്ടും പ്രകോപിപ്പിച്ചത്. ഇവിടെ കേരളത്തിൽ ലഭിക്കാത്ത ഒരേ ഒരു കാര്യം മനസമാധാനമാണ്. ഇവിടെ നിക്ഷേപിക്കുന്നവന് മനസമാധാനമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞു, മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അതിന് വലിയൊരു അർത്ഥമുണ്ട്. പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. 10,000-ൽ പരം വരുന്ന തൊഴിലാളികളെ ഓർക്കുന്നതുകൊണ്ട് മാത്രമാണ് കിഴക്കമ്പലത്ത് നിലവിലുള്ള വ്യവസായം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാത്തത്. വ്യവസായ മന്ത്രി പി രാജീവിനെ വ്യക്തിപരമായി തന്നെ കടന്നാക്രമിച്ച സാബു എം ജേക്കബ് സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപം നടത്താൻ ചിന്തിക്കുന്നില്ല എന്നും വ്യക്തമാക്കി. 24 കൊച്ചി.